ഹായ്, നമസ്കാരം. നമ്മൾ ഇന്നുള്ളതേ മാഞ്ഞാലിയിലാണ് കേട്ടോ. മാഞ്ഞാലിയിൽ നമ്മൾ സെന്റ് പോൾ സെമിനാരിയിലാണ് വന്നിരിക്കുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഒരു 4 വർഷത്തിന് മുന്നേ ഇവിടെ ഒരു പ്യൂരിഫയർ, നമ്മൾ വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 5 വർഷം ആകുമോ, 2 മാസം കഴിയുമ്പോൾ നമ്മുടെ 5 വർഷത്തിലേക്ക് കടക്കും. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ വെൽമൗണ്ട് വാട്ടർ സൊല്യൂഷൻ നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ 5 വർഷം ആകാൻ പോണു. അപ്പൊ നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയ സമയത്ത് വെച്ചു കൊടുത്ത യൂണിറ്റ് ആണ് കേട്ടോ. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ വന്നിരിക്കുന്നത് നമ്മൾ അതിന്റെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മേജർ മെയിൻ്റനൻസിന്റെ സമയമാണ്. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീ ഫിൽറ്ററുകൾ, പുറത്തൊരു സ്പൺ സെഡിമെന്റ് ഫിൽട്രേഷൻ വെച്ചിട്ടുണ്ട് 5 മൈക്രോണിന്റെ, അത് മാറ്റണം. കൂടാതെ അയൺ റിമൂവർ മാറ്റണം, മെമ്മറിൻ, പ്രീ കാർബൺ, സെഡിമെന്റ്, അതേപോലെ തന്നെ പോസ്റ്റ് കാർബൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അകത്തുള്ളതൊക്കെ മാറ്റണം. മേജർ സർവീസ് തന്നെയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല അഴുക്കുണ്ട് വെള്ളത്തിന്. ചെമ്പാരം, അതായത് അയൺ കണ്ടന്റ് നന്നായിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി വെസൽ ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് 2 വെസൽ യൂണിറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 2 സെക്ഷനായിട്ട് 2 യൂണിറ്റ് ഇവിടെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു തേർഡ് പാർട്ടി, എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനി തന്നെയാണ് അത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിന്റെ ഒരു പോരായ്മയാണ് നമ്മളുടെ റോ വാട്ടറിൽ നന്നായിട്ട് അഴുക്ക് കാണിക്കുന്നത്. അതായത് നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പൊ നമ്മൾ ഈ യൂണിറ്റ് വെക്കുന്ന സമയത്ത് തന്നെ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 1 മന്തിൽ നമുക്ക് പ്രീ ഫിൽട്ടർ, അതായത് യൂണിറ്റിനകത്തേക്ക് കയറുന്നതിന് മുന്നേ കൊടുത്തിരിക്കുന്ന പ്രീ ഫിൽട്ടർ, സെഡിമെന്റ് ഫിൽട്ടർ നമുക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത്രയധികം വെള്ളത്തിൽ അഴുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനർത്ഥം നമ്മളുടെ ആ വെച്ചിരിക്കുന്ന വെസൽ ഫിൽട്രേഷൻ കറക്റ്റായിട്ട് വർക്കാവുന്നില്ല. അതാണ് അതിന്റെ കറക്റ്റായിട്ടുള്ളൊരു മീനിങ്. അപ്പൊ ഇനി ഇത് ഒരു പെർണിലായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, പെർണിലായിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് വേണ്ടിയതെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് വെസൽ ഫിൽട്രേഷൻ പ്രോപ്പറായിട്ട് വർക്ക് ആവണം. എന്നാലാണ് ആ റോ വാട്ടറിലുള്ള അഴുക്കിനെ അവിടെ നമുക്ക് തടഞ്ഞു നിർത്തിയിട്ട് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ലൈനിലേക്ക് വരുന്നതെല്ലാം ക്ലിയർ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും വിശേഷങ്ങളെല്ലാം അകത്ത് പോയിട്ട് കാണാം. അപ്പൊ അതിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയി നമ്മുടെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും, അതുകൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഓരോരോ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. ഇതിലിട്ടിരിക്കുന്ന പമ്പ് ഉണ്ടല്ലോ, 24 വോൾട്ട് DC-8 പ്യുവർ കോപ്പർ വൈൻഡിങ് പമ്പാണ് കേട്ടോ. അത് എടുത്തു പറയാൻ കാരണം ഈ 5 വർഷം ആകാറാവുന്ന സമയത്തും നല്ല അടിപൊളിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഈ പമ്പിന് പകരം നമ്മൾ അലൂമിനിയം വൈൻഡിങ് പമ്പാണ് ഇട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ യൂണിറ്റ് ചിലപ്പോൾ കംപ്ലൈന്റ് ഒരു പക്ഷെ വന്നിട്ടുണ്ടാവാം. കാരണം അലൂമിനിയം പമ്പിന്റെയും കോപ്പർ വൈൻഡിങ് പമ്പിന്റെയും വ്യത്യാസം അതാണ്. അതായത് അലൂമിനിയം പമ്പ് ആണെങ്കിൽ അതിന്റെ ഡ്യൂറബിലിറ്റിയും അതിന്റെ എഫിഷ്യൻസി ഒക്കെ കുറവായിരിക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഫ്ലോന്റെ കംപ്ലൈന്റ് വരും. പക്ഷെ നമ്മുടെ കോപ്പർ പമ്പാണെങ്കിൽ, കോപ്പർ വൈൻഡിങ് പമ്പാണെങ്കിൽ അത് ഈട് നിൽക്കും. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഇവിടുത്തെ കാണുന്ന ഈ യൂണിറ്റ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് പോയിട്ട് നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം. അപ്പൊ ബാ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ മാറ്റാൻ പോകുന്നത് ഈ സ്പൺ ഫിൽട്രേഷൻ സെഡിമെന്റ് ഫിൽട്ടർ ആണത്. ഇത് മാറ്റണം. അതുകൂടാതെ നമ്മളുടെ അയൺ റിമൂവർ മാറ്റണം. പിന്നെ ഇൻലൈൻ ഫിൽട്ടറുകൾ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ലെക്സ് പ്യൂറിന്റെ ആണ്. പ്രീ കാർബൺ ആയാലും സെഡിമെന്റ് ആയാലും അയൺ റിമൂവർ അക്വേറ്റഡ് ആണ്. അതുപോലെ തന്നെ മെമ്മറിനും നമുക്ക് മാറ്റണം. മെമ്മറിനും അക്വേറ്റഡ് മെമ്മറി തന്നെയാണ്. പിന്നെ FR നമ്മൾ മാറ്റുന്നുണ്ട്. 350 FR ഇടുന്നത്.
വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഒന്ന് ശ്രമിക്കുക. അതുകൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.